ക്രിക്കറ്റ് ആരാധകർ ആവേശപൂർവ്വം ഏറ്റെടുത്ത KCL ഇന്ന് കലാശപ്പോരിലേക്ക് എത്തുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് കലാശപ്പോര് നടക്കും. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. KCLന്റെ ആവേശ കലാശപ്പോര് ഇന്ന് വൈകിട്ടാണ്. കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പ് വിട്ടുകൊടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊച്ചിയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ വലിയ തിരിച്ചടി നേരിട്ടു. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ പ്രതാപം, സഞ്ജു സാംസന്റെ ഊർജം അത് പൂർണ്ണമായി എടുത്താണ് ടീം ലീഗ് റൗണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കളിച്ച 10 മത്സരങ്ങളിൽ 8 ജയിച്ചാണ് കൊച്ചി നേരെ സെമിയിലേക്ക് 1ാം സ്ഥാനക്കാരായി എത്തിയത്. സെമി ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 15 റൺസിന് പരാജയപ്പെടുത്തിയാണ് കൊച്ചിയുടെ വരവ് എന്ന് നമുക്കറിയാം. സഞ്ജുവിന്റെ അഭാവമുണ്ട്, എന്നാൽ പോലും അത് മറികടക്കാനുള്ള ശക്തരായിട്ടുള്ള ഒരു ടീം നിര അവർക്കുണ്ട്. വിനൂപ് മനോഹരനാണ് ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനവുമായി മുന്നിൽ നിൽക്കുന്നത്. 11 ഇന്നിംഗ്സിൽ നിന്ന് 344 റൺസ് നേടിയ വിനൂപ് ബാറ്റിംഗിന്റെ മികച്ച ബാറ്റിംഗ് ട്രാക്ക് റെക്കോർഡുണ്ട്. അദ്ദേഹം മികച്ച റൺസ് നേടിയ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. ഒപ്പം തന്നെ മുഹമ്മദ് ഷാനു, നിഖിൽ തോട്ടത്ത്, സാലി സാംസൺ എന്നിവരടങ്ങിയ മധ്യനിര ബാറ്റർമാർ വളരെ ശക്തരായ ബാറ്റർമാരാണ്. ആൽബി ഫ്രാൻസിസ് ജോൺ, ജോബി ഒപ്പം മുഹമ്മദ് ആഷിഖ് ഒരുപക്ഷെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന പേരുള്ള മുഹമ്മദ് ആഷിഖ്, ഒപ്പം ജെറിൻ PS എന്നീ 4 പേർ. ഈ 4 പേരാണ് ടീമിന്റെ ഏറ്റവും ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുക്കുന്നത്. KM ആസിഫിന്റെ ബൌളിംഗ് മികച്ച രീതിയിൽ കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിലും നമ്മൾ കണ്ടു. അദ്ദേഹം 14 വിക്കറ്റ്, 7 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുമായി ആസിഫ്, അദ്ദേഹത്തിന്റെ വളരെ അതിവേഗ പന്തേറുകാരനാണ് ആസിഫ്. അപ്പോൾ ഇതാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സഞ്ജു ഇല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് സാലി സാംസൺ ആ ടീമിനെ ഒന്നാകെ നയിക്കുകയാണ്. മറുവശത്ത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെയാണ് കൊല്ലത്തിന്റെ തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ആദ്യ മത്സരങ്ങളിൽ, അതായത് ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ 5 മത്സരങ്ങളിലാണ് അവർക്ക് വിജയിക്കാനായത്. 5 മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷെ സെമി ഫൈനലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടത് പഴയ കൊല്ലത്തിനെയാണ്. കഴിഞ്ഞ സീസണിൽ വിജയം തേടി ഇറങ്ങിയ വലിയ ആത്മവിശ്വാസത്തോട് കളിക്കുന്ന കൊല്ലത്തെയാണ് നമ്മൾ കണ്ടത്. തൃശൂരിനെ നിലംപരിശാക്കി കളഞ്ഞു കൊല്ലം സെമി ഫൈനൽ മത്സരത്തിന്. 10 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് അവർക്കുള്ളത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൾറൗണ്ട് മികവാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അമൽ AGയുടെ പ്രകടനം നമ്മൾ കണ്ടു. കഴിഞ്ഞ മത്സരത്തിൽ ഭരത് സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനം മികച്ച രീതിയിൽ നമ്മൾ കണ്ടു. വത്സൽ ഗോവിന്ദ് ഉൾപ്പെടെയുള്ള ബാറ്റർമാരുണ്ട്. അഭിഷേക് ജയൻ നായർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രകടനവും മികച്ച രീതിയിൽ പോവുകയാണ്. മാത്രമല്ല കൊല്ലത്തിന്റെ ബൌളിംഗ് നിര വളരെ ശക്തമായ ഒരു ബൌളിംഗ് നിരയാണ്. വിജയ് വിശ്വനാഥ് അടക്കമുള്ള സ്പിന്നർമാരുണ്ട്. ഒപ്പം തന്നെ പേസ് ബോളർമാരും കൊല്ലത്തിന്റെ അജയ് ഘോഷ് ഉൾപ്പെടെയുള്ള പേസ് ബോളിംഗ് നിരയും മികച്ച ഒരു പ്രകടനം നടത്തും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പവൻ രാജുണ്ട് ബൌളിംഗ് തുടങ്ങി വെക്കുന്നത് പവനാണ്. അപ്പോൾ 2 ടീമും കട്ടക്ക് കട്ട എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള 2 ടീമുകളാണ്. കൊല്ലവും കൊച്ചിയും ഇന്ന് നേർക്ക് വരുമ്പോൾ ജയം പ്രവചനാതീതമാണ്. പക്ഷേ ഈ മോഹക്കപ്പ് അതെങ്ങോട്ട് പോകുമെന്നുള്ളത് 2 ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ളതാണ് എന്ന് 2 ടീമും ഒരേപോലെ പറയുകയാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1. എന്തായാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കലാശപ്പോരിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ആവേശകരമായ ഒരു തീ പാറുന്ന പോരാട്ടത്തിനായിരിക്കും സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ.